ഹായ് ഓൾ. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലെ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസസ് എന്ന ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് കളക്ടിങ് ഡാറ്റ ആൻഡ് പ്രസൻറ്റിങ് ദം ഇൻ എ കൺവീനിയൻറ്റ് ഫോം. നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുക. അതിനുശേഷം നമ്മൾ ഈ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുക. അതാണ് ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ ഇവാലുവേഷന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവാലുവേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് കളക്ടിങ് ഡാറ്റ ആൻഡ് പ്രസൻറ്റിങ് ദം ഇൻ എ കൺവീനിയൻറ്റ് ഫോം. നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഫോമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുക. ആ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിൽ നമ്മൾ ഡിസിഷൻ എടുക്കുക. ഈ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ആക്ച്വലി ഇവാലുവേഷൻ. ഇനി എന്താണ് പബ്ലിക് ഹെൽത്ത് സർവീസ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ്ങിലും എൻഡ് ചെയ്യുന്നത് ഇവാലുവേഷനിലായിരിക്കും. ഏതൊരു സർവീസ് പബ്ലിക് ഹെൽത്ത് സർവീസ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പ്ലാനിങ് ആൻഡ് എൻഡ്സ് വിത്ത് ഇവാലുവേഷൻ ഓഫ് ദി പ്രോഗ്രാം. ഇനി നമുക്ക് ഇവാലുവേഷന് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവാലുവേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് അപ്പോൺ ദി ഇഫക്ട്സ് ഓഫ് വാട്ട് ഹാസ് ബീൻ ഡൺ ആൻഡ് ഡിറ്റർമിൻ ഇറ്റ്സ് വാല്യൂ. നമ്മൾ ചെയ്ത പ്രവർത്തനം അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ട്, അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇവാലുവേഷൻ. ഈ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ആക്ടിവിറ്റീൻ്റെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒന്ന് അതിൻ്റെ റെലവൻസ്, അതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട്, ദെൻ ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, ഇമ്പാക്റ്റ്, ആ ഒരു ആക്ടിവിറ്റീൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ സസ്റ്റൈനബിലിറ്റി, അത് നിലനിന്ന് പോകുന്നതാണോ ഈ ഒരു ആക്ടിവിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഇവാലുവേഷനിൽ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവാലുവേഷൻ എന്താണ്, ഒരു സോഷ്യൽ റിസർച്ചാണ്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ ആക്ടിവിറ്റീൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ഈ ഇവാലുവേഷൻ. നെക്സ്റ്റ്, ഇവാലുവേഷൻ ഡിഫേഴ്സ് ഫ്രം മോണിറ്ററിങ്. ഈ മോണിറ്ററിങ്ങും ഇവാലുവേഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടും കൂടുതൽ സിമിലാരിറ്റി ഉണ്ടെങ്കിലും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മോണിറ്ററിങ് ഒരു ഡേ ടു ഡേ ഒബ്സർവേഷൻ ആണ്. നമ്മൾ ഓരോ ദിവസത്തെ പ്രവൃത്തി വിലയിരുത്തുന്നതാണ്, അത് നിരീക്ഷിക്കുന്നതാണ് മോണിറ്ററിങ്. ഇനി കംപ്ലീറ്റ് അസസ് ചെയ്യുക, ഒരു ഓവറോൾ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുക ഒരു ആക്ടിവിറ്റീനെ പറ്റിയിട്ടുള്ള, അതാണ് ഇവാലുവേഷൻ. ഇനി നമുക്ക് ഈ ഇവാലുവേഷൻ്റെ ലെവൽസ് നോക്കാം, വാരിയസ് ലെവൽസ് ഓഫ് ഇവാലുവേഷൻ. അപ്പോൾ ഒന്നാമത്തെ ലെവലാണ് പ്രൈമറി ലെവൽ. ഈ പ്രൈമറി ലെവലിൽ ഇൻഡിവിജ്വൽസിനെയും ഫാമിലീസിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫാമിലി, അവരുടെ ആരോഗ്യം എങ്ങനെയാണ്, അവരുടെ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് എഫക്റ്റീവ് ആയിട്ടുണ്ടോ, ഹെൽത്ത് സർവീസ് സേവനങ്ങളൊക്കെയും എഫക്റ്റീവ് ആയിട്ടാണോ ഓരോ ഇൻഡിവിജ്വലിനും അല്ലെങ്കിൽ ഫാമിലീസിനും കൊടുത്തത്, അതാണ് പ്രൈമറി ലെവൽ ഇവാലുവേഷൻ. അടുത്തൊരു ലെവലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഇവാലുവേഷൻ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യുക, ഒരു ഹോസ്പിറ്റലിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോർഡിനേറ്റിംഗ് യൂണിറ്റ്സ്. ഇപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും വർക്ക് ചെയ്യുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഇഫക്റ്റീവ് ആയിട്ടാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ലെവൽ. ഇനി 3 ബ്രോഡ് ഏരിയാസ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റീൻ്റെ 3 ഏരിയാസ് ഉണ്ടാവും. ഒന്ന് പ്ലാനിങ്, അല്ലേ, പ്ലാൻ ഇഫക്റ്റീവ് ആണോ, ദെൻ രണ്ടാമത്തത് പ്രോസസ്സ്, ആ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഫക്റ്റീവ് ആണോ, മൂന്നാമത്തത് പ്രോഡക്റ്റ്, അതിൻ്റെ റിസൾട്ട്, ആ ഒരു ആക്ടിവിറ്റീൻ്റെ അറ്റ് ലാസ്റ്റ് ആ പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കുന്നു, റിസൾട്ട് എന്താണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോരോ ആക്ടിവിറ്റീൻ്റെ ഈ ഒരു 3 ഏരിയാസ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക: പ്ലാൻ, പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ്. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഫോർ ഇവാലുവേഷൻ. അപ്പോൾ ഇവാലുവേഷൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ ക്രൈറ്റീരിയ നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഒബ്സർവബിൾ ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻഡിസസ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം, അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. അപ്പോൾ നമുക്കൊരു ന്യൂമറിക്കൽ ബേസിസിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഒന്നാമത്തത് ഒബ്സർവബിൾ ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻഡിസസ്. നമ്മൾ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം.
അതിന് എക്സാമ്പിളാണ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ മോർബിഡിറ്റി റേറ്റും മോർട്ടാലിറ്റി റേറ്റും വെച്ചിട്ട് നമുക്ക് അവിടുത്തെ പബ്ലിക് ഹെൽത്ത് സർവീസിൻ്റെ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ രണ്ടാമത്തെ കാറ്റഗറി, ക്രൈറ്റീരിയൻ്റെ രണ്ടാമത്തെ കാറ്റഗറിയാണ് സബ്ജക്റ്റീവ് ഓർ ജഡ്ജ്മെൻറ്റൽ എവിഡൻസ്. ഇപ്പോൾ ഡോക്ടറിൻ്റെതോ അല്ലെങ്കിൽ നേഴ്സിൻ്റെതോ ഇങ്ങനെയുള്ള എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ്റെ ബേസിസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. ഇപ്പം ഒരാളുടെ രോഗം ഭേദമായി, അയാളുടെ ഹെൽത്ത് കണ്ടീഷനിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ്റെ ബേസിസിൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ന്യൂമറിക്കൽ ഡാറ്റാസ് ഒന്നുമല്ല, ഇവിടെ ഒരാളുടെ വേർഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ഇൻഫറൻഷ്യൽ ഇൻഡിസസ്, മൂന്നാമത്തെ കാറ്റഗറിയാണ്, ക്രൈറ്റീരിയയിൽ വരുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ് ഇൻഫറൻഷ്യൽ ഇൻഡിസസ്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൻ്റെ ബേസിസിൽ മറ്റൊരു കാര്യത്തിന് നമ്മൾ പറയാം അത് ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിൽ മൾട്ടിപ്പിൾ വിസിറ്റ് നടത്തുന്നു, അതായത് ഒരാൾ രോഗം ഭേദമായി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, അയാൾ പോയി, പിന്നീട് അയാൾക്ക് രോഗം വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു വരുന്നു. അതിനർത്ഥം എന്താണ്? ആ ഹോസ്പിറ്റലിന് നല്ല പ്രവർത്തനമായതുകൊണ്ടല്ലേ അയാൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ പബ്ലിക് ഹെൽത്ത് സർവീസൊക്കെയും ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് എവിഡൻസിൻ്റെ പുറത്തല്ല. ഈ പറഞ്ഞ പോലെ ഒരു കാര്യത്തിൻ്റെ ബേസിസിൽ അടുത്ത കാര്യം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ വിസിറ്റ് ഒരു പേഷ്യൻ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം നല്ലതായിരുന്നു എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, 2 മെയിൻ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ. മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒന്ന്, ജോബ് പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓരോ ഇൻഡിവിജ്വൽസിനെയും ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ജോബിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് ഓരോ ജീവനക്കാരും, അതിൻ്റെ ബേസിസിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. രണ്ടാമത്തതാണ് ഇവാലുവേഷൻ ഓഫ് പ്രോഗ്രാം ഓർ ഏജൻസി. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കംപ്ലീറ്റ് പ്രവർത്തനം, ഇപ്പം ഇവാലുവേഷൻ, ഒരു പ്രോഗ്രാം, ഒരു ഹോസ്പിറ്റലിൽ ഒരു ആക്ടിവിറ്റി കൊണ്ടുവന്നു, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റെ കംപ്ലീറ്റ് പ്രവർത്തനം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഒരു ജോബ്, ഒരു മീൻസ് ഒരു ഇൻഡിവിജ്വലിനെ അല്ലാതെ കംപ്ലീറ്റ് ആക്ടിവിറ്റിയും ഇവാലുവേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ ദാറ്റ് ക്യാൻ ബി അസസ്ഡ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക, നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്? ഒന്നാമത്തത് ഇഫക്റ്റീവ്നെസ്, അതിൻ്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട്. ഒരു ഹെൽത്ത് ക്യാൻ ബി മെഷേർഡ് ബൈ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഹെൽത്ത് സ്റ്റാറ്റസ്. ഇപ്പം ഹെൽത്ത് സ്റ്റാറ്റസ് ഒരു ഇൻഡിവിജ്വലിൻ്റെയോ അല്ലെങ്കിൽ സൊസൈറ്റിയിലെയോ ആൾക്കാരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയുണ്ട്, ഇഫക്റ്റീവ് ആണോ എന്ന രീതിയിൽ നമുക്ക് ആ ഇഫക്റ്റീവ്നെസ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു രോഗിക്ക് ഒരു മെഡിസിൻ കൊടുത്തു, ശേഷം അയാളുടെ രോഗം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവാണ്. ഇനി രണ്ടാമത്തത് എഫിഷ്യൻസി, അടുത്തൊരു അസസ് ചെയ്യുന്ന ഘടകമാണ് എഫിഷ്യൻസി, അതിൻ്റെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം. ഓക്കെ, ഇനി അപ്പോൾ എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുറഞ്ഞ ചിലവിൽ നല്ല ഹെൽത്ത് മീൻസ് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഫിഷ്യൻ്റ് ആണ്. ഇനി അടുത്തതാണ് ആക്സസിബിലിറ്റി, എല്ലാ ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സർവീസാണോ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ആൾക്കാരെ വേർതിരിവില്ലാതെ എല്ലാ ആൾക്കാർക്കും ആക്സസിബിൾ ആണെങ്കിൽ അതെന്താണ്, ആ ഒരു ആക്ടിവിറ്റി നല്ലതാണ്. നെക്സ്റ്റ്, ഇക്വിറ്റി. ഇക്വിറ്റി മീൻസ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. എല്ലാ ആൾക്കാർക്കും തുല്യമായിട്ട് ആരോഗ്യ സേവനം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് എന്ത്, ഇക്വിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻ ഡിസൈനിങ് ആൻഡ് ഇവാലുവേഷൻ. അപ്പോൾ നമ്മളൊരു ഇവാലുവേഷൻ പ്രോസസ്സ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത്, ഡിഫൈൻ ദി പേർപ്പസ് ഓഫ് ഇവാലുവേഷൻ. ഇപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്, പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവ് ആണോ എന്ന് അറിയുക, അതാണ് ഒരു പേർപ്പസ് എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ. ഇനി രണ്ടാമത്തത്, ഐഡൻറ്റിഫൈങ് വാട്ട് ഇസ് ടു ബി ഇവാലുവേറ്റഡ്, നമ്മൾ എന്താണ് വിലയിരുത്തേണ്ടത് എന്ന് തീരുമാനിക്കണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ എന്തെങ്കിലും ഒരു സർവീസ്, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, അവിടുത്തെ എന്തെങ്കിലും ഹെൽത്ത് കെയർ പ്രോഗ്രാം ആയിക്കോട്ടെ, ഇതിൽ ഏതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഇനി മൂന്നാമത്തതാണ്, ഫോർമുലേറ്റ് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ്.
നമ്മൾ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. ഇപ്പം നമ്മൾ ഫീഡ്ബാക്കിലൊക്കെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നില്ലേ, അത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ രോഗികൾക്കും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ, ഓരോ സർവീസും കൃത്യസമയത്ത് ലഭിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. ഇനി നാലാമത്തതാണ് എന്ത്, ചൂസ് അപ്രോപ്രിയേറ്റ് ഇവാലുവേഷൻ മെത്തേഡ്. എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡ് തീരുമാനിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ടാണോ ഈ ഫീഡ്ബാക്ക് എടുക്കുന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചോദിക്കുകയൊന്നും ചെയ്യാതെ അവരെ ഒബ്സർവ് ചെയ്തിട്ട്, ഈ പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്തിട്ടാണോ നമ്മൾ മനസ്സിലാക്കുന്നത്, അത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇവാലുവേഷൻ. ഒന്നാമത്തത്, ഇവാലുവേഷൻ സ്പെസിഫിക് ആയിരിക്കണം. ഓക്കെ, വ്യക്തമായൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, മെഷറബിൾ ആയിരിക്കണം, നമുക്ക് അളക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്യമായിരിക്കണം. പിന്നെയുള്ളത് എന്താണ്, അച്ചീവബിൾ, നമുക്ക് ഈ ഒരു ലക്ഷ്യം നമുക്ക് നേടാൻ കഴിയുന്നതായിരിക്കണം. ദെൻ റിയലിസ്റ്റിക്, ഇത് കൃത്യമായുള്ളതായിരിക്കണം, യാഥാർത്ഥ്യബോധ്യമുള്ള ലക്ഷ്യമായിരിക്കണം. പിന്നെ എന്താണ്, ടൈം ബൗണ്ട്, കൃത്യസമയത്തിനുള്ളിൽ ഈ ഒരു ലക്ഷ്യം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് സ്മാർട്ട് എന്നാണ് പറയുക. സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. നെക്സ്റ്റ്, ഡാറ്റ കളക്ഷൻ. നമുക്ക് ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്, ആ ഡാറ്റാസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷനും രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷനും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മീൻസ് ന്യൂമറിക്കൽ ഡാറ്റാസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്പേഴ്സൊക്കെയും അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ. ഇപ്പം രോഗികളുടെ എണ്ണം, അതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ. ഇനി ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മീൻസ് ആൾക്കാരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ്, അവരുടെ ഐഡിയാസ്, അതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ. നെക്സ്റ്റ്, ഡാറ്റ കളക്ഷൻ. ഈ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷനും രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷനും. ഇപ്പോൾ ന്യൂമറിക്കൽ ഡാറ്റാസിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ. ഇപ്പം നമ്മൾ നമ്പേഴ്സ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന വിവരങ്ങൾ കളക്ട് ചെയ്യുക, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ. ഇപ്പം രോഗികളുടെ എണ്ണം, ഇതൊക്കെ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷനാണ്. ഇനി അടുത്തത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മീൻസ് ഒരു ആളുടെ എക്സ്പീരിയൻസ്, അവരുടെ ഫീലിംഗ്, ഐഡിയാസ്, ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ. സോ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെയിൻലി ഫോക്കസ് ഓൺ നോൺ ന്യൂമറിക്കൽ ഡാറ്റ, അല്ലെ. നോൺ ന്യൂമറിക്കൽ ഡാറ്റയാണ് നേരത്തെ പറഞ്ഞത്, എന്ത്, വേർഡ്സ്, ഫീലിങ്സ്, ഐഡിയാസ്, എക്സ്പീരിയൻസ് ഒക്കെ. അപ്പോൾ ഓരോരോ ആൾക്കാരുടെ, ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ആയാലും നേഴ്സിൻ്റെ ആയാലും അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ആയിക്കോട്ടെ, ഇവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക, അതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ. ഇപ്പം രോഗികളുടെ അനുഭവം, അതൊരു എക്സാമ്പിളാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ. രോഗികളുടെ എണ്ണം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ ആണെങ്കിൽ ആ രോഗിയുടെ അനുഭവം എന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷനാണ്. അവരുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അതെന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷനാണ്. ഇപ്പം നഴ്സിംഗ് സർവീസിനെ കുറിച്ച് അവർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷനാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇവാലുവേഷൻ, എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ്, ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.